ഹായ് ഓൾ, വെൽക്കം ടു ACUR എക്സാംസ്. ഈ വീഡിയോ ഇന്നൊവേഷൻ ആൻഡ് ബിസിനസ് ഡയനാമിക്സ് എന്ന ഒരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലെ 4th സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് ഇന്നൊവേഷൻസ് ആൻഡ് ബിസിനസ് ഡയനാമിക്സ്. ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ ബിസിനസ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് ഡയനാമിക്സ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ബിസിനസ് ലാൻഡ്സ്കേപ്പ് നോക്കാം. The business landscape refers to the overall environment in which business operate. ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെയാണ് ബിസിനസ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ ദ ബിസിനസ് ഫങ്ഷൻസ്, കോമ്പീറ്റ്സ്, ഗ്രോസ് ആൻഡ് സർവൈവ്സ്. അപ്പോൾ ഒരു ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നത്, അത് മത്സരിക്കുന്നത്, അത് വളരുന്നതായ ആ ഒരു സിറ്റുവേഷൻസിനെ മുഴുവനായിട്ടും അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും കൂടെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ബിസിനസ് ലാൻഡ്സ്കേപ്പ് എന്ന്. ദെൻ ബിസിനസ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുമ്പം കോമ്പണൻസ് ഓഫ് ബിസിനസ് ലാൻഡ്സ്കേപ്പ് നോക്കാം. ദാറ്റ് ഈസ് ബിസിനസ് ലാൻഡ്സ്കേപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പം ഒരു രാജ്യത്തിൻ്റെ GDP, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്സ് വിച്ച് അഫക്ട്സ് ദ പർച്ചേസിങ് പവർ ആൻഡ് ബിസിനസ് പെർഫോമൻസ്. ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പവറിനെ അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നിക്കൽ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ന്യൂ ടെക്നോളജീസ്, ഓട്ടോമേഷൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ടൂൾസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. വിച്ച് ഹെൽപ്സ് ബിസിനസ്സസ് ടു ഇന്നോവേറ്റ് ആൻഡ് സ്റ്റേ കോമ്പറ്റീറ്റീവ്. തേർഡ് വൺ ഈസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അത് കുറച്ചുകൂടെ കസ്റ്റമർ ബേസ്ഡ് ആണ്. ദാറ്റ് ഈസ് കസ്റ്റമർ ലൈഫ് സ്റ്റൈല്, വാല്യൂസ്, ഡെമോഗ്രാഫിക്സ് വിച്ച് ഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഇരിക്കുന്ന രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പോളിസീസ്, ടാക്സേഷൻസ്, നിയമങ്ങൾ, ഇതൊക്കെ ബിസിനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നൊക്കെ കാണിക്കുന്ന പോളിസീസ്, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ദെൻ അനദർ വൺ ഈസ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ്. ദാറ്റ് ഈസ് എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലുണ്ട്, അവർക്ക് എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ട്, അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരിക. ദെൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പം ഇൻ്റർനാഷണൽ ട്രേഡ്, ഗ്ലോബൽ മാർക്കറ്റ്സ്, എക്സ്ചേഞ്ച് റേറ്റ്സ്, ഇതൊക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് അഫക്ട്സ് ദ കമ്പനീസ് ഓപ്പറേറ്റിംഗ് അക്രോസ് കൺട്രീസ്. ഇപ്പോൾ ഒരു MNC ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളെല്ലാം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. ആൻഡ് ദെൻ നാച്ചുറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ക്ലൈമറ്റ്, റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇതൊക്കെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കീ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് ഡയനാമിക്സ്. അപ്പം ബിസിനസ് ഡയനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലും ബിസിനസ്സിൻ്റെ വെളിയിലുമായിട്ട് നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് ബിസിനസ് ഡയനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബിസിനസ് ഡയനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്, GDP ഗ്രോത്ത്, ഇതൊക്കെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റലൈസേഷൻ, R&D ഡെവലപ്മെൻറ്റ്സ്, ഓട്ടോമേഷൻ, ഇതൊക്കെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്സ് ഗവൺമെൻറ് പോളിസീസ്, ടാക്സ് റൂൾസ്, റെഗുലേഷൻസ്, ട്രേഡ് പോളിസീസ്, എക്സെട്ര. Social and cultural factors includes demographic, that is age and income of consumers, lifestyle, customer preferences, education, social attitudes, etc. Then competitive forces includes rivalry among firms, new entrants, substitute products, bargaining power of consumers and suppliers. ഇതൊക്കെ കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ആണ്. Then global and international factors includes global markets and trade, exchange rates, international competition. Then അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇതൊക്കെ നാച്ചുറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഓർഗനൈസേഷണൽ ഓർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ആ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ്, എംപ്ലോയി സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ, കമ്പനി കൾച്ചർ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, എക്സെട്ര. ഇതൊക്കെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് ഡയനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്.
സോ രണ്ടിൻ്റെ ഫാക്ടേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ യൂസേജ് മാറ്റി എഴുതുക എന്നുള്ളതാണ്. സോ ഇതാണ് ഈ 2 ചെറിയ ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് ലാൻഡ്സ്കേപ്പ് എന്താണ്, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് ഡൈനാമിക്സ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്